ഒന്ന് തല പൊങ്ങിയാൽ പിന്നെ നമ്മുടെ കുഞ്ഞുനെ പിടിച്ചാൽ കിട്ടില്ല കേട്ടോ. അവൻ കണ്ടില്ലേ പുറത്തൊക്കെ ഇറങ്ങി കളിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഏട്ടൻ ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോൾ കുറച്ച് പഴം കൊണ്ടുവന്നിരുന്നു കേട്ടോ. അപ്പം അതേ ഞാനും ഏട്ടനത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കിന്ന് പുട്ടുപൊടി കൊണ്ട് നെയ്പത്തൽ അല്ലെങ്കിൽ പൊരിച്ച പത്തിരി എന്നൊക്കെ പറയും, അത് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ പുട്ടുപൊടി എടുത്ത് കുറച്ച് ഉപ്പിട്ടു, കുറച്ചധികം ഇളം ചൂടുവെള്ളം ഒഴിച്ചൊന്ന് മിക്സ് ആക്കിയിട്ട് ഒരു 10 മിനിറ്റ് മാറ്റി വെച്ചു കേട്ടോ. പിന്നെ ചിക്കൻ നമുക്ക് കട്ട് ചെയ്ത് എടുക്കാനുണ്ട്. ഇനി നമുക്ക് പത്തിരിയിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ള തേങ്ങയും ജീരകവും ഒന്ന് ചെറുതായിട്ടൊന്ന് അരച്ചിട്ട് നമുക്ക് എടുക്കാം. നന്നായിട്ട് ഇങ്ങോട്ട് അരഞ്ഞു പോകണ്ട. ഇതിൽ നമുക്ക് ചെറിയുള്ളിയൊക്കെ വേണമെങ്കിൽ ഇടാം കേട്ടോ. ഇവിടെ ചെറിയുള്ളി ഒന്നും ഉണ്ടായിരുന്നില്ല, ഉള്ളത് വെച്ചാണ് ഞാൻ ഉണ്ടാക്കുന്നത്. കുഴച്ച് വെച്ച പുട്ടുപൊടിയിലേക്ക് നമ്മൾ തേങ്ങയുടെ ആ മിക്സും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് കുഴച്ചിട്ട് ചെറിയ ബോൾസ് അല്ല, അത്യാവശ്യം വലുപ്പത്തിലുള്ള ബോൾസ് ആക്കിയിട്ട് ഒരു റൗണ്ട് ആയിട്ടുള്ള പാത്രം വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. നമുക്ക് പൂരി പ്രസ്സിൽ വെച്ചിട്ടും ചെയ്യാം, അധികം കട്ടി കുറയരുത്. എൻ്റെ ഒരു കാര്യം ഞാൻ പ്രത്യേകം പറയാം, ഞാനിത് ആദ്യമായിട്ട് ഉണ്ടാക്കുന്നതാണ് കേട്ടോ. ഞാനൊരു വീഡിയോയിൽ കണ്ടിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. പക്ഷെ സക്സസ്ഫുൾ ആയി ഗൈസ്, നന്നായിട്ട് പത്തിരി പൊന്തി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ആദ്യമായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോഴേ അത് നന്നായി കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു സന്തോഷം ഉണ്ടല്ലോ, അത് വേറെ തന്നെയാണ്. നമുക്ക് ഈ പൂരി പ്രസ്സിലൊക്കെ വെച്ച് റൗണ്ട് ഷേപ്പ് ആക്കി എടുക്കാം. പക്ഷെ ഞാൻ കണ്ട വീഡിയോയിൽ ഈ പ്ലാസ്റ്റിക് കവറിൽ മാവ് വെച്ചിട്ട് ഒരു റൗണ്ട് ഷേപ്പിലുള്ള പാത്രം വെച്ചിട്ട് ഒന്ന് അമർത്തി റൗണ്ട് ആക്കി എടുക്കുന്ന രീതിയിലാണ് കണ്ടത്. ഇനി അഥവാ പൂരി പ്രസ്സിൽ വെച്ചിട്ട് പ്രസ് ചെയ്ത് ഞാൻ ഉണ്ടാക്കുമ്പോൾ എൻ്റെ പത്തിരി കുളമായാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വീഡിയോയിൽ കണ്ട പോലെ തന്നെ ഉണ്ടാക്കിയത് കേട്ടോ. പത്തിരിക്ക് കറിയായിട്ട് ചിക്കൻ സ്റ്റൂ ഉണ്ടാക്കാന്ന് വിചാരിച്ച് ചിക്കൻ സ്റ്റൂ ഒക്കെ ഉണ്ടാക്കിയിട്ട് കുറേ ആയി. അപ്പോൾ ഇന്ന് എന്തായാലും അത് ഉണ്ടാക്കി കളയാന്ന് അങ്ങോട്ട് വിചാരിച്ചേ. പക്ഷെ ഒരു കുറവുണ്ട് ഗൈസ്, കറിവേപ്പില. ഓയിൽ ചൂടായി വന്നപ്പോൾ നമ്മൾ പട്ടയും ഗ്രാമ്പും ഏലക്ക ഇട്ടിട്ടു. അതിനുശേഷം ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, പിന്നെ സവാള നന്നായിട്ട് വഴട്ടി, പിന്നെ അതിലേക്ക് ചിക്കൻ ഇട്ട് ഒരു 5 മിനിറ്റ് വഴട്ടിയപ്പോഴത്തേക്കും ചിക്കൻ വൈറ്റ് കളറിൽ കിട്ടിയിട്ട് അതിനുശേഷം ഉരുളക്കിഴങ്ങ്, അതുപോലെ ക്യാരറ്റ്, പിന്നെ നമ്മുടെ രണ്ടാം പാലില്ലേ അതും കൂടെ ഒഴിച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കട്ടോ. ചിക്കൻ നന്നായിട്ട് വെന്ത് വരുമ്പോൾ അവസാനമായിട്ട് ഗരം മസാലയും കുരുമുളക് പൊടി ഇടുക, ആവശ്യത്തിന് ഉപ്പിടാൻ മറക്കരുത്. അവസാനം നമ്മുടെ ഒന്നാം പാലും കൂടെ ചേർത്തിട്ടുണ്ടെങ്കിൽ തിളക്കരുതേ, ഒന്നാം പാല് ചേർത്തിട്ട് തിളച്ചു പോരുത് കേട്ടോ, അങ്ങനെയാകുമ്പോൾ പിരിഞ്ഞു പോകും. അവസാനം കുറച്ച് ഉള്ളി എണ്ണയിൽ ഇങ്ങനെ ഒന്ന് മൂപ്പിച്ചെടുത്തിട്ട് നമ്മുടെ സ്റ്റൂവിലേക്ക് ചേർത്ത് കൊടുത്തിട്ടോ, എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് അപ്പം നമ്മുടെ ചിക്കൻ സ്റ്റൂ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഉണ്ടാക്കുന്നതിൽ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് ഉണ്ടാവും, പക്ഷെ എനിക്ക് അറിയുന്ന പോലെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. എന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്തണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യൂ. കറിയും കൂടെ അങ്ങോട്ട് ആയപ്പോൾ പിന്നെ എല്ലാവരും കഴിക്കാൻ റെഡി ആയിട്ടോ. അങ്ങനെ കുഞ്ഞുങ്ങൾക്കെല്ലാം കൊടുത്തു, അമ്മ അനിയനും കഴിച്ചു, ഏട്ടൻ്റെ കഴിച്ചിട്ട് അടിപൊളിയാന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം അത് വീഡിയോ എത്തുള്ളൂ.